പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഐഫോണിലേക്ക് ആൻഡ്രോയിഡിൽ നിന്ന് ഡാറ്റ, അതായത് ഫുൾ ഡാറ്റ നമ്മൾ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഉപയോഗിക്കുന്ന എല്ലാ ഡാറ്റകളും വിത്ത് വാട്സപ്പ് ചാറ്റുകൾ അടക്കിയിട്ട് നമുക്ക് അതിലേക്ക് റീസ്റ്റോർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ നോക്കാം. അതിനായി നമ്മൾ ആൻഡ്രോയിഡിലും ആൻഡ്രോയിഡ് ഒരു ആപ്ലിക്കേഷൻ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. അതേപോലെ നമ്മളെ ഐഫോൺ നമ്മൾ ഫുൾ ഫോർമാറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ പുതിയൊരു ഫോൺ എടുക്കുക എന്നുണ്ടെങ്കിൽ ആ ഫോൺ ഏത് ഫോണാണെങ്കിലും അത് നമ്മൾ ഫോർമാറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് ഇത് ഫോർമാറ്റ് എടുക്കണം. ഫസ്റ്റ് നമ്മൾ ഫോർമാറ്റ് ചെയ്യാണ് സെറ്റിങ്സിൽ പോയിട്ട്. അപ്പോൾ അതിനായിട്ട് സെറ്റിങ്സ് എടുക്കുക. എന്നിട്ട് നമ്മൾ ജനറലിൽ പോയിട്ട് ട്രാൻസ്ഫർ ആൻഡ് റീസെറ്റ് എന്നുള്ള ഭാഗത്ത് പോയിട്ട് ക്ലിക്ക് ചെയ്യാം. അതിൽ റീസെറ്റ് എന്നുണ്ടാവും, അതുപോലെ റീസെറ്റ് ഓൾ എന്നുണ്ടാവും. നമ്മൾ താഴത്ത് രണ്ടാമത്തെ ഓപ്ഷൻസ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫുള്ളായിട്ട് റീസെറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഡാറ്റ മൊത്തം പോവും, ഡാറ്റകളെല്ലാം പോകും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് കണ്ടിന്യൂ എന്ന ഭാഗത്ത് കൊടുക്കുക. അപ്പോൾ പുതിയ ഫോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഡാറ്റ ഉണ്ടാവില്ല. പഴയ ഫോണാണെങ്കിൽ ഡാറ്റകൾ ഫസ്റ്റ് ബാക്കപ്പ് ചെയ്യാം. ഓക്കെ, നമ്മൾ വേറൊരു ഫോണിന് ഇങ്ങോട്ട് ചെയ്യുന്നതാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് എറേസ് ചെയ്യാണ് വേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് ഓപ്ഷൻസ് കിട്ടുള്ളൂ, നമുക്കത് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ. അപ്പോൾ ആൻഡ്രോയിഡിൽ നിന്ന് ഐഫോണിലേക്ക് ഫുൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാമെന്നാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഇത് എറേസ് ചെയ്യാണ് നമ്മൾ മൊത്തത്തിൽ ഫോർമാറ്റ് അടിക്കുക. ഓക്കെ, ജസ്റ്റ് കണ്ടെന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ആപ്പിൾ ID അല്ലെങ്കിൽ പാസ്വേഡിൻ്റെ ലോക്ക് ചോദിക്കും. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പാസ്വേഡ്, അതായത് ആ ഫോണിൻ്റെ